1 സെന്റിമീറ്റർ. അതേപോലെ ഇഞ്ച് കണക്ക് നമുക്ക് മെയിൻ പൈപ്പ് ലൈനിൽ வந்து இன்ச்சு கணக்கு இல்லை, இன்ச்சில் டயமீட்டர் தான் இன்ச்சு கணக்கு பண்ணுவோம். மற்ற மாதிரி உங்களுக்கு வந்து எல்லாமே என்னது லென்த் எடுக்கிறது டோட்டலி மில்லி மீட்டரில் தான் அளவு எடுக்கும், எம்எம்ல. இப்போ 3 மீட்டர் 4 மீட்டர் இருந்தாலும் 3000 எம்எம் அந்த டிராயிங்கில் எழுதியிருப்பாங்க. இந்த டிராயிங்கில் என்ன பண்ணுறது 2100 ஒரு லாஸ்ட் மெஷர்மெண்ட் எழுதியிருக்கும் இந்த டிராயிங்கில். இதில் மேலே போட்டுக்கிறது மில்லி மீட்டர் அளவாக இருக்கும். 2161 2161 எம்எம். அப்போ 2 மீட்டர் 161 எம்எம்னு வரும், புரியுதா? ஆனால் டோட்டலி மில்லி மீட்டர்லாம் வருது, இன்ச்சு கொடுக்க முடியாது. ഇഞ്ചെന്ന് പറയാൻ പറ്റില്ല, ഇഞ്ചോ അല്ലെങ്കിൽ മീറ്റർ സെന്റിമീറ്ററോ അങ്ങനെയില്ല. പൈപ്പിൽ അങ്ങനെ സെന്റിമീറ്റർ അളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ലെങ്ത് കിട്ടൂല. നമുക്ക് വേണ്ടത് 3 mm പ്ലസ് ആർ മൈനസ്. ഒന്നി പ്ലസ് ആകാം, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ 3 മില്ലി മാത്രമേ അതിനകത്ത് ടോളറൻസ് ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടേപ്പിലുള്ള അളവ് ഒരു ഫിറ്റർ എന്നുള്ള നിലയ്ക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ താഴത്തെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഭാഗം എന്തായിരിക്കും കുറഞ്ഞ് 10 എന്ന് പറയുമ്പോൾ 100 മില്ലിമീറ്റർ. അതേപോലെ ഇവിടെ 100 എന്ന് കൊടുത്തിരിക്കുന്നത് 1000 മില്ലിമീറ്റർ ആണ്. അപ്പൊ ഇതിൽ വരുമ്പോൾ 10 100 100 200 300 400 ഇങ്ങനെ വരും. മേളിൽ വന്ന് അടിക്ക് ഫിറ്റ് കണക്കുണ്ട്, അടിക്കണക്ക്. അത് നമുക്ക് പൈപ്പ് ലൈനിൽ വരുമ്പോൾ അടിക്കണക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പൈപ്പ് ലൈനിൽ മൊത്തത്തിൽ വരുന്നത് മില്ലിമീറ്റർ അളവ്. ടോട്ടൽ என்ன அளவு கொடுத்திருந்தாலும் மில்லிமீட்டர். அப்பதான் நமக்கு ஆக்யூரேட்டான அளவு எடுக்க முடியும். அதுல தான் மைனஸ் பண்ணணும், எல்போ சென்டர் எவ்வளவு, இது எவ்வளவு மைனஸ் பண்ணணும், டி சென்டர் எவ்வளவு மைனஸ் பண்ணணும் சொல்லி അതിനകത്ത് അളവ് കൊടുത്തിരിക്കും. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ ടേപ്പ് വന്നത്. ഈ ഓരോന്നിനും അതുപോലെ ഇതിന് അളവ് എടുക്കണമെങ്കിലും ഒരു ഡ്രോയിങ്ങിൽ ഒരു പ്ലാഞ്ചിനെ മൈനസ് ചെയ്യണം. വെറുതെ പ്ലാഞ്ചിനെ മൈനസ് എന്ന് പറഞ്ഞാലും നമ്മൾ ഇതിന് ഫിസിക്കലി മെഷർമെന്റ് എടുക്കുന്നു. ഇത് എത്ര എണ്ണം വരുന്നത് അതിന് മില്ലിമീറ്റർ അളവ്, അതായത് 60 mm 62 mm അങ്ങനെ വന്നാൽ ആ 2 mm എന്ത് ചെയ്യണം, നമ്മൾ അളവ് കൂട്ടണം. കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ആ 2 mm കൂടെ എടുത്തിട്ട് എൽബോ ഉണ്ടെങ്കിൽ എൽബോ സെന്റർ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ പീസ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ആക്ച്വൽ പീസ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് അങ്ങനെ. അതിൽ നിന്ന് കുറച്ച് പണം വരച്ചിട്ട് ആക്ച്വൽ പീസ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിനകത്തുള്ള ആ പിറ്റപ്പിന്റെ ഒരു കാര്യം, പിറ്റപ്പിന്റെ നമുക്ക് പിറ്റപ്പിലോട്ട് പിറ്റപ്പ് കൊടുക്കാം. ஓகே, இங்க வந்து ஸ்டாண்ட் போட்டுட்டு என்ன செய்தாவே உங்களுக்கு ஒரு பிட்டப்புக்கான இதை கூடன்னு சொல்லியாச்சுன்னா ஒரு பீஸ்ல இருந்து கண்டுபிடிச்சு அதை என்ன செய்யணும், இதுக்குள்ள தான் பிட்டர். ഇതാണ് ജോലി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇതിനകത്ത് എന്ത് കൊടുത്തിരിക്കും, നിങ്ങൾ വരച്ച ഡ്രോയിങ് ആണെങ്കിൽ ഇതിനകത്ത് ഒരു മെഷർമെന്റ് കൊടുത്തിരിക്കും. ഒരു 2800 ഒരു എക്സാമ്പിളിന് പറയുന്നത് കൊടുക്കുന്നത് 4300 എന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഇതിന്റെ സൈസ് കണ്ടുപിടിച്ചിട്ട് പൈപ്പ് ലൈനിന്റെ സൈസ് ഇപ്പൊ 8 ഇഞ്ച് പൈപ്പ് ആണെങ്കിൽ 8 ഇഞ്ചിന്റെ എൽബോ സെന്റർ മൈനസ് ചെയ്തിട്ട് ഇപ്പൊ എൽബോ സെന്റർ ടു ഫ്ലാഞ്ച് സെന്റർ ഫ്ലാഞ്ച് എൻഡ് വരെയുള്ള മെഷർമെന്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു ഇതിലാണ് 2800 കൊടുത്തിരുന്നെങ്കിൽ ഈ 2800 ഒരു എൽബോ സെന്റർ മൈനസ് ചെയ്യണം, ദെൻ ഒരു ഫ്ലാഞ്ചിന്റെ ഫുൾ ലെങ്ത് മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെ 8 ഇഞ്ചിന്റെ പൈപ്പ് ആകുമ്പോൾ 8 ഇഞ്ചിന്റെ ഇൻറ്റു എത്ര 38.1 mm. ഈ 38.1 mm എന്ന് പറഞ്ഞാൽ എന്തോന്ന്, 1 ഇഞ്ചിന്റെ എൽബോ സെന്റർ ആണ് 38.1 mm. സ്റ്റാൻഡേർഡ് എൽബോയുടെ എൽബോ സെന്റർ എത്രയെന്ന് കേട്ടാൽ 1 ഇഞ്ചിന് 38.1 mm. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന മെഷർമെന്റിന്റെ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് 38 ഇഞ്ച്. അപ്പൊ 38.1 ഇൻറ്റു 8 എത്ര വരുന്നുണ്ട്, 4.8 വരും. നമുക്ക് 305 ഒന്ന് കൂട്ടാം. ഓക്കെ, 305. അപ്പൊ ഇവിടെ ഒരു എൽബോ നമുക്ക് മൈനസ് ചെയ്യേണ്ട അളവ് കിട്ടിക്കഴിഞ്ഞു. ഇപ്പുറത്തെ ഇത് വന്നിട്ട് ഫ്ലാഞ്ചാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നുള്ള ഫ്ലാഞ്ചിന്റെ ലെങ്ത് കൂടെ എടുക്കണം. അപ്പൊ ഫ്ലാഞ്ച് ലെങ്ത് എടുക്കുന്നതിന് ചാർട്ടുണ്ട്, കാണാപ്പാടുണ്ട്, അതൊന്നും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫിസിക്കലി ഇതിന്റെ ഫ്ലാഞ്ചിന്റെ ലെങ്ത് എടുക്കുന്നു. ഇത് 2 ഇഞ്ചാണ്, 8 ഇഞ്ചിന്റെ ഫിസിക്കലി നമ്മൾ ചെക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് എത്ര 65 mm ഇതിനകത്ത് കാണിക്കുന്നത് 2 ഇഞ്ച് ഫ്ലാഞ്ചിന്റെ. ഇത് ചിലപ്പോൾ മാനുഫാക്ചറിങ് ഓരോ ബ്രാൻഡ് കമ്പനിയുടെ ഇത് വരുമ്പോൾ ഡിഫറൻറ്റ് വരും, 1 മില്ലി 2 മില്ലി വ്യത്യാസം വരും. അതുകൊണ്ട് ആക്യുറേറ്റ് ആയിട്ട് ഏത് ഫ്ലാഞ്ച് നമ്മൾ ഇവിടെ 8 ഇഞ്ചിന്റെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ ആ ഫ്ലാഞ്ചിന്റെ ലെങ്ത് ഫുൾ ലെങ്ത് എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 38 ഇത് 305 mm എൽബോ സെന്റർ ആയി നമുക്ക് ഒരു 200 mm നിങ്ങൾക്ക് ഇടാം. ഓക്കെ, ഒരു അപ്രോക്സിമേറ്റ് വെച്ചിരിക്കുന്നതാണ്. ആക്ച്വൽ ലെങ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫിസിക്കലി ചെക്ക് ചെയ്ത് തന്നെ ഇടാം. ഫിസിക്കലി ചെക്ക് ചെയ്യുന്നതിന് ടേപ്പ് വെച്ച് മെഷർമെന്റ് ടേപ്പ് വെച്ച് ആക്ച്വൽ ഫ്ലാഞ്ചിനെ എടുത്ത് അതിൽ മെഷർമെന്റ് ലെങ്ത് കണ്ടുപിടിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ അവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് 200 വയ്ക്കുന്നു. ഓക്കെ, 200. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വന്ന് 505. ഇവിടെ വന്നിട്ട് എന്ത് കൊടുത്തിരിക്കുന്നത് 2800 mm ഉണ്ട്. അതിൽ 505 മൈനസ് ചെയ്യുമ്പോൾ 5 9 എത്ര 2 ഇല്ല 2. ഇപ്പൊ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് 2295 mm. ഇത് ആക്ച്വൽ ലെങ്ത്.
അപ്പൊ നമ്മൾ പൈപ്പ് മാത്രം കട്ട് ചെയ്തിട്ട് ഇതിന്റെ പൈപ്പിനെ കട്ട് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡ് ഒരു ബ്രാഞ്ച് അതുപോലെ ഒരു എൽബോയും കൂടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ചുറ്റപ്പ് കൊടുക്കണം.